This call is now being recorded. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എത്ര ടൈപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇൻ അവർ കൺട്രി ഹൈഡ്രോ പവർ ഓഫ് എ പവർ പ്ലാന്റ്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ എ സ്റ്റേഷൻ കപ്പാസിറ്റി. അതിനകത്ത് ഫസ്റ്റ് വൺ മൈക്രോ hydro power less than 100 kilowatt, mini hydro power 101 to 2000 kilowatt, small hydro power 2001 to 25,000 kilowatt. ഇതിന്റെ ടൈപ്പ് പറയുന്നത് അതിന്റെ സ്റ്റേഷൻ കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ ഹൈഡ്രോ ഇലക്ട്രിക് പവറിന്റെ ടൈപ്പ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ മൈക്രോ ഹൈഡ്രോ പവർ ലെസ് ദാൻ 100 കിലോവാട്ട്, 100 കിലോവാട്ടിനേക്കാളും താഴെയാണ് അതിന്റെ കപ്പാസിറ്റി എങ്കിൽ മൈക്രോ ഹൈഡ്രോ പവർ എന്നാണ് പറയുന്നത്, അതായത് ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി. ഇനി 101 to 2000 കിലോവാട്ട് ആണെങ്കിൽ അതിനെ മിനി ഹൈഡ്രോ പ്ലാന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതെല്ലാം 2001 to 25,000 കിലോവാട്ട്, അതായത് ഏകദേശം 1000 കിലോവാട്ട് എന്ന് പറയുന്നത് ഒരു മെഗാവാട്ട് ആണ്. അപ്പോൾ ഏകദേശം 25 മെഗാവാട്ടോളം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ സ്മോൾ ഹൈഡ്രോ പവർ പ്ലാന്റ് എന്നാണ് പറയുന്നത്. There is no international concerns on the definition of a small hydropower SHP. However, a capacity of a 10 megawatt MW for SHP is generally become accepted worldwide. ഇതിൽ കറക്റ്റ് ഡെഫിനിഷൻ ഒന്നും പറഞ്ഞില്ലെങ്കിലും 10 മെഗാവാട്ട് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് സ്മോൾ ഹൈഡ്രോ പവർ ആണെന്ന് വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. But in India and China, small hydropower refers to a station capacity up to 25 megawatt. പക്ഷെ ഇന്ത്യയിലും ചൈനയിലും എന്താണ് സ്മോൾ ഹൈഡ്രോ പവർ എന്ന് പറയുന്ന സ്റ്റേഷൻ കപ്പാസിറ്റി 25 മെഗാവാട്ട് വരെ വേൾഡ് വൈഡ് ആക്സെപ്റ്റ് ചെയ്തത്. ഇന്ത്യയും ചൈനയും 25 മെഗാവാട്ട് വരെയാണ് ആക്സെപ്റ്റ് ചെയ്തത്. എന്നാൽ വേൾഡ് വൈഡ് ആക്സെപ്റ്റ് ചെയ്തത് 10 മെഗാവാട്ട് ആണ്. പക്ഷെ ഇന്ത്യയിലും ചൈനയിലും എന്ന് പറയുന്ന 25 അത് ഉയർത്തിയിട്ടുണ്ട്. ഇൻ ഇന്ത്യ SHP has been accorded top priority by Ministry of a New and Renewable Energy Source Government of India due to its environmental friendly nature. കാരണം എൻവറോൺമെന്റ് ഫ്രണ്ട്ലി നേച്ചർ ആയതുകൊണ്ട് ഇന്ത്യയിൽ അതൊക്കെ എന്താക്കിയിട്ടുണ്ട്, ടോപ്പ് പ്രയോറിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്മോൾ ഹൈഡ്രോ പവർ പ്ലാന്റിന്റെ എല്ലാം കേസിൽ എന്ന് പറയാൻ പോകുന്നത് സ്മോൾ ഹൈഡ്രോ പവർ പ്ലാന്റ്സ് ആണ്. സ്മോൾ ഹൈഡ്രോ പവർ can provide a clean, renewable and relatively inexpensive energy, and like a large hydropower scheme, small hydropower does not necessitate a reservoir. അപ്പോൾ സ്മോൾ ഹൈഡ്രോ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ക്ലീൻ ആണ്, റിന്യൂവബിൾ എനർജി ആണ്, എക്സ്പെൻസ് കുറവാണ്. അതുപോലെ തന്നെ ലാർജ് ഹൈഡ്രോ പവറിനെ പോലെ ഒരു റിസർവോയർ വേണമെന്ന് നിർബന്ധം പറയുന്നില്ല. And they can be constructed in any location where there is enough water flow and help to make energy generation viable. അത് നമുക്ക് ഏത് ലൊക്കേഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസ്ട്രക്ഷൻ നമുക്ക് നടത്താം. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, വാട്ടർ ഫ്ലോ ഉണ്ടായിരിക്കണം. എനർജി ജനറേറ്ററിന് പറ്റിയ വാട്ടർ ഫ്ലോ ആണെങ്കിൽ എവിടെയും നമുക്ക് അത് കൺസ്ട്രക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സിൻസ് നോ റിസർവോയർ ഈസ് ക്രിയേറ്റഡ് ഓൺ ദി upstream, there is a minimal impact on nearby community with respect to displacement. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു റിസർവോയർ ഒന്നും കെട്ടുന്നില്ല. അതായത് റിസർവോയർ കെട്ടാത്തത് കൊണ്ട് എങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല, ഇമ്പാക്ട്, അതായത് എൻവറോൺമെന്റ് ഇമ്പാക്റ്റോ അവിടെയുള്ള ആൾക്കാർക്ക് പ്രശ്നങ്ങളോ ഒന്നും
ഈ സ്മോൾ ഹൈഡ്രോ പവർ പ്ലാന്റ് കൊണ്ട് ഉണ്ടാകുന്നില്ല. അതിന്റെ അഡ്വാൻറ്റേജ് ആണ് നെക്സ്റ്റ് പറയുന്നത്. സ്മോൾ സ്കെയിൽ ഹൈഡ്രോ പവർ ഈസ് എ ക്ലീൻ എനർജി സോഴ്സ് product producing no water or air pollution. As a non-consumptive water use, small hydropower is a renewable energy source. There is a minimal impact on the environment, long useful life and long running cost. That is small ഹൈഡ്രോ പവർ എന്ന് പറഞ്ഞാല് ക്ലീൻ എനർജി ആണ്, ക്ലീൻ എനർജി സോഴ്സ് ആണ്. ഒരു തരത്തിലുള്ള വാട്ടർ പൊല്യൂഷനോ എയർ പൊല്യൂഷനോ ഒന്നും ഉണ്ടാകുന്നില്ല. ഇത് റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. കാര്യം ആരും യൂസ് ചെയ്യുന്നത്. പിന്നെ എൻവറോൺമെന്റൽ ഇമ്പാക്ട് കുറവാണ്. കാരണം സ്മോൾ ഹൈഡ്രോ പവറിന് ഇമ്പാക്ട് വളരെ കുറവാണ്. പിന്നെ കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് കുറവാണ്. പിന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് to be economically energy consumers need to located near the hydropower scheme, thus limiting application of a small scale hydropower to stream side community. അപ്പോൾ ഈ സ്മോൾ ഹൈഡ്രോ പവർ ആയി ആ പവർ പ്ലാന്റിനെ ആശ്രയിച്ച് നിൽക്കുന്നത് എപ്പോഴും ആ ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ ആയിരിക്കണം. ആ സ്കീമായിട്ട് നിയർലി ലൊക്കേറ്റഡ് ആയിരിക്കണം. അതായത് ആ പവർ പ്ലാന്റുമായിട്ട് നിയർ ആയ അത് യൂസ് ചെയ്യുന്ന ആള് അടുത്തിരിക്കണം. അതാണ് എക്കണോമിക്കലി കുറച്ചുകൂടി നല്ലത്. The stream flow limits the power generation. Every small hydropower plant has a maximum capacity determined by the stream flow, which cannot exceed. അപ്പം ഏതിനെ ആശ്രയിച്ചാണോ ഈ പവർ പ്ലാന്റ് സ്ഥാപിച്ചത് അതിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ആ വാട്ടർ ബോഡിന്റെ ഫ്ലോ എന്ന് പറയുന്നത് പവർ ജനറേഷനെ ഡിപ്പെൻഡ് ചെയ്യും. പവർ ജനറേഷൻ അത്. സോ എവരി സ്മോൾ ഹൈഡ്രോ പവർ പ്ലാന്റ്സ് ഹാസ് എ മാക്സിമം capacity determined by a stream flow which cannot be exceed. അപ്പൊ ഈ ഒരു സ്ട്രീം ഫ്ലോനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എത്രയാണോ മാക്സിമം കപ്പാസിറ്റി അതിന്റെ അപ്പുറത്തേക്ക് എക്സീഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല. സീസൺ വേരിയേഷൻ ഇൻ എ സ്ട്രീം ഫോൾ കോസ് എ വേരിയേഷൻ ആൻഡ് disturbance in energy supply. Advanced planning is needed to ensure adequate energy generation throughout the year, especially in areas with a significant dry season. അപ്പം സീസണൽ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് സീസണൽ വേരിയേഷൻ നമ്മുടെ സ്ട്രീം ഫ്ലോനെ എന്താക്കുന്നുണ്ടാവും, ഈ വെള്ളത്തിന്റെ ഫ്ലോനെ അഫക്ട് ചെയ്യുന്നുണ്ടാണ്. കാരണം വേനൽക്കാലം ആകുമ്പോഴത്തേക്കും എന്താണ് വെള്ളം വറ്റിത്തുടങ്ങും. വെള്ളം വറ്റുമ്പോഴേക്കും വെള്ളത്തിന്റെ ഒഴുക്ക് കുറയും, ഫ്ലോ കുറയുമ്പോൾ അത് ഏതിനെ ബാധിക്കും, എനർജി സപ്ലൈനെ ബാധിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. ആ ഒരു പിന്നെ പറഞ്ഞേക്കുന്നത് ആ ഒരു ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ മാത്രമേ നമുക്ക് ഈ ഇലക്ട്രിസിറ്റി സപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ കൂടുതലായിട്ട്. പിന്നെ അതിന്റെ ഫ്ലോ പവർ ജനറേഷനെ എഫക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ സീസണൽ വേരിയേഷനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അത്രയാണ് ഈ സ്മോൾ ഹൈഡ്രോ പവറിന്റെ ലിമിറ്റേഷൻ ആയിട്ട് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫ്യൂവൽ സെൽസ് ആണ്. Fuel cell are a electrochemical cell consisting of two electrodes and an electrolyte which convert the chemical energy of a chemical reaction between fuel and oxidant directly into electrical energy. Fuel cell എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ ആണ്. അതിൽ 2 ഇലക്ട്രോഡ് ഉണ്ട്, ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. സോ ഫ്യൂവൽ സെല്ലിൽ നടക്കുന്നത് എന്താന്ന് വെച്ചാല് സാധാരണ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റി, അല്ലെങ്കിൽ ഹീറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റി
ഫ്യൂവൽ സെല്ലിൽ നടക്കുന്നത് എന്നാണ് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് ഈ ഫ്യൂവൽ സെല്ല് ചെയ്യുന്നത്. അതായത് കെമിക്കൽ എനർജി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആ കെമിക്കൽ എനർജി ഉണ്ടാക്കുന്നത് കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദി ഫ്യൂവൽ ആൻഡ് ഓക്സിഡന്റ് ആണ്. ഫ്യൂവലും ഓക്സിഡന്റും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ മൂലമുണ്ടാകുന്ന കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്യൂവൽ സെല്ലിന്റെ പ്രോസസ് ആണ് പറയുന്നത്. ഫ്യൂവൽ പ്ലസ് ഓക്സിജൻ ഗീവ്സ് ഓക്സിഡേഷൻ പ്രോഡക്ട്സ് പ്ലസ് ഇലക്ട്രിസിറ്റി. അതായത് ഫ്യൂവൽസും ഓക്സിജനും കമ്പൈൻ ചെയ്ത് ഒരു ഓക്സിഡേഷൻ പ്രൊഡക്റ്റും പ്ലസ് ഒരു എന്തും കൂടി ഉണ്ടാവും, ഇലക്ട്രിസിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഫ്യൂവൽ സെല്ലിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. The convention process to produce electrical energy is as follows. Chemical energy to heat to mechanical energy to ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ പരമ്പരാഗതമായി യൂസ് ചെയ്യുന്നത് എങ്ങനെയാണോ ഹീറ്റ് മെക്കാനിക്കൽ എനർജി ആക്കിയിട്ട് പിന്നെ മെക്കാനിക്കൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുക. അപ്പൊ അതിന് പകരം ബട്ട് ഇൻ ഫ്യൂവൽ സെൽ directly convert a chemical energy to electrical energy. Chemical എനർജിയെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയി കൺവേർട്ട് ചെയ്യുന്നു. The efficiency of a energy conversion in fuel cell approaches 70%. It is only 15 to 20% is gasoline powered engine and 30 to 35 in diesel engine. അപ്പോൾ ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഫ്യൂവൽ സെല്ലിലുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് 70%. സാധാരണ ഒരു ഗ്യാസ് ലൈൻ പവേർഡ് എഞ്ചിനൊക്കെയാണ്. എഞ്ചിനിലോ ഡീസൽ എഞ്ചിനിലോ അത് എത്രയായിരിക്കുള്ളൂ, 30 മുതൽ 35 വരെയോ അല്ലെങ്കിൽ 20% ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഇതിനകത്ത് 70% ഉണ്ടാവുന്ന പറയുന്നത്. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്യൂവൽ സെൽ. Fuel cell consists of electrodes, electrolyte, and catalyst to facilitate the electrochemical redox reaction. The basic arrangement in fuel cell can be represented as follows. അപ്പം നമ്മൾ പറഞ്ഞു ഫ്യൂവൽ സെല്ലിന് ഇലക്ട്രോഡ് ആവശ്യമാണ്, ഇലക്ട്രോലൈറ്റ് ആവശ്യമാണ്, കാറ്റാലിസ്റ്റിക് ആവശ്യമാണ്. ഇലക്ട്രോകെമിക്കൽ റിഡോക്സ് റിയാക്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ് ആര്, ഈ കാറ്റാലിസ്റ്റ് എന്ന് പറയുന്നത്. ദി ബേസിക് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾ സ്ക്രീനിൽ നോക്കാൻ കാണാൻ പറ്റും. ഫ്യൂവൽസ്, ഇലക്ട്രോഡ്, ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോഡ്, ഓക്സിഡന്റ്. Fuel cell consists of an anode, a layer of anodic catalyst, electrolyte, a layer of cathodic catalyst, cathode. ആനോഡ് എന്ന് പറയുന്ന ഇലക്ട്രോഡ് പോസിറ്റീവ്ലി ചാർജ് ആയിരിക്കും. പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ആനോഡിൽ ഒരു കാറ്റാലിസ്റ്റ് ഉണ്ട്. അത് മെയിൻലി അത് പറയുന്നത് പ്ലാറ്റിനം ആണ്. നമ്മൾ ഈ ആനോഡില് കാറ്റാലിസ്റ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാറ്റിനം ആണ്. ദെൻ ഇലക്ട്രോലൈറ്റ്, അതിന് 0 ഇലക്ട്രോൺ കണ്ടക്ടിവിറ്റി ആയിരിക്കും. ഇലക്ട്രോണിനെ അത് പാസ് ചെയ്യുന്നില്ല. ഈ ഇലക്ട്രോലൈറ്റ് ഇലക്ട്രോണിനെ പാസ് ചെയ്യില്ല, പ്രോട്ടോണിനെ മാത്രമേ ഈ ഇലക്ട്രോലൈറ്റ് പാസ് ചെയ്യുന്നുള്ളൂ. ദെൻ ലെയർ ഓഫ് കാത്തോഡിക് കാറ്റാലിസ്റ്റ്. കാഥോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോഡ് ആണ്. അവിടെ കാഥോഡിൽ വരുന്ന കാറ്റാലിസ്റ്റിക് എന്ന് പറയുന്നത് നിക്കൽ, അതായത് കാഥോഡിൽ കാറ്റാലിസ്റ്റിക് ആയിട്ട് നമ്മൾ നിക്കലാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ആനോഡില് പ്ലാറ്റിനവും കാഥോഡില് നിക്കലും ആണ് കാറ്റാലിസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. Fuel cell consists of anode and cathode. Materials which have a
high electron conductivity and zero protons conductivity in the form of porous catalytics or carbon. അപ്പം അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ മെറ്റീരിയൽസ് ആനോഡും കാഥോഡും എന്തായിരിക്കും ഹൈ ഇലക്ട്രോൺ കണ്ടക്ടിവിറ്റി ആയിരിക്കും, പക്ഷെ പ്രോട്ടോൺ കണ്ടക്ടിവിറ്റി ഉണ്ടാവില്ല. മീൻസ് നെഗറ്റീവ് ചാർജിനെ കടത്തി വിടും, പോസിറ്റീവ് ചാർജിനെ എന്താവില്ല, കടത്തി വിടില്ല. ആനോഡില് കാറ്റലിസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്ലാറ്റിനം ആണ്. ദെൻ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഹൈ പ്രോട്ടോൺ കണ്ടക്ടിവിറ്റി ആണ്. എന്ത് പോസിറ്റീവ് ചാർജിനെയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. ഇലക്ട്രോൺ കണ്ടക്ടിവിറ്റി അതിന് ഇല്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതാണ് പ്ലാറ്റിനം. പിന്നെ ഇലക്ട്രോലൈറ്റ് ഹൈ പ്രോട്ടോൺ കണ്ടക്ടിവിറ്റി ആൻഡ് സീറോ ഇലക്ട്രിസിറ്റി. നെക്സ്റ്റ് പറയുന്നത് ഫ്യൂവൽ സെൽ സിസ്റ്റം ആണ്. ദ ഫ്യൂവൽ സെൽ direct hydrogen or reformed hydrogen undergoes a oxidation at anode and release electron. അപ്പം നമ്മൾ ആനോഡ് പറഞ്ഞു, കാഥോഡ് പറഞ്ഞു, ആനോഡിക് കാറ്റാലിസ്റ്റിക്, കാഥോഡിക് കാറ്റാലിസ്റ്റിക് ഇതെല്ലാം പറഞ്ഞു. ഇവിടെ പറയുന്നത് ഫ്യൂവൽ ആണ്. അപ്പോൾ ഇവിടെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്തത് എന്താണ്? ഹൈഡ്രജൻ ആണ്. ആ ഹൈഡ്രജന് ഒന്നിക്കിൽ ഡയറക്റ്റ് ഹൈഡ്രജൻ ആകാം, അല്ലെങ്കിൽ റിഫോംഡ് ഹൈഡ്രജൻ ആകാം. അണ്ടർഗോസ് ഓക്സിഡേഷൻ അറ്റ് ആനോഡ് ആൻഡ് റിലീസ് ദി ഇലക്ട്രോൺ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്, വിട്ടുകൊടുത്തിട്ട് എന്തായി മാറും? പോസിറ്റീവ് ചാർജ് അയോണായി മാറും. അത് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ആനോഡിലാണ്. അപ്പൊ ആനോഡിനെ റിലീസ് ചെയ്തിട്ട് ആനോഡ് പോസിറ്റീവ് ചാർജ് ആവും. ആനോഡ് പോസിറ്റീവ്ലി ചാർജായ ഇലക്ട്രോലൈറ്റിലേക്ക് വരും. These electrons flow through a external circuit to the cathode. ഈ ആനോഡിൽ റിലീസ് ചെയ്യപ്പെട്ട ഇലക്ട്രോൺസ് എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്നു. മറ്റേ കാഥോഡ് ഓക്സിഡന്റ് ഗെറ്റ്സ് റെഡ്യൂസ്. അതേസമയം കാഥോഡിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാല് എയറുള്ള ഓക്സിജന് റെഡ്യൂസ് ആകുന്നു. അതായത് റിഡക്ഷൻ നടക്കുന്ന, മീൻസ് ഗെയിൻ ഓഫ് ഇലക്ട്രോണിന് അതിന് കിട്ടുന്നു. പിന്നെ ദ ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി വൈൽ പാസിംഗ് ത്രൂ ദി എക്സ്റ്റേണൽ സർക്യൂട്ട്. ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസ് ഫ്യൂവൽ ആൻഡ് ദി ഓക്സിഡന്റ് ആർ കണ്ടിന്യൂസ്ലി ആൻഡ് സെപ്പറേറ്റ് സപ്ലൈ ടു ദി ഇലക്ട്രോഡ്സ് ഓഫ് എ സെൽ ഫ്രം റിസർവോയർ ഔട്ട്സൈഡ് ദി ഇലക്ട്രോകെമിക്കൽ സെൽ. അതായത് ഈ ഇലക്ട്രോൺസ്, ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വൈൽ പാസിംഗ് ത്രൂ ദി എക്സ്റ്റേണൽ സർക്യൂട്ട്. സോ ആനോഡില് ഓക്സിഡേഷൻ നടന്ന് ഇലക്ട്രോണിനെ റിലീസ് ചെയ്ത്, അതുപോലെ തന്നെ കാഥോഡില് റിഡക്ഷൻ നടന്ന് ഇലക്ട്രോണിനെ ഗെയിൻ ആകുന്നുണ്ട്. അപ്പൊ ഈ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടിലുള്ള ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നതിന് കണക്കായിട്ട് ഇലക്ട്രിസിറ്റി എന്താകുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആരാണ് സപ്ലൈ ചെയ്യുന്നത്? ആര് സപ്ലൈ ചെയ്യുന്നുണ്ട്? റിസർവോയറിൽ നിന്ന്, അതിന്റെ റിസർവോയറിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഫ്യൂവൽസും അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും അത് സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. The fuel cell can be represented as a അപ്പൊ നമ്മൾ ഇതിനെ 3 ഇക്വേഷൻ ആയിട്ട് പറയുകയാണ്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ആനോഡ്. ആനോഡിൽ എന്താണ് നടക്കുന്നത് എന്ന് വെച്ചാല് നമ്മുടെ ഫ്യൂവൽ ആയിട്ടുള്ള ഹൈഡ്രജനെ സ്പ്ലിറ്റ് ആകുന്നത്. 2H2 gives 4H plus 4E നെഗറ്റീവ്. അതായത് 2 ഹൈഡ്രജൻ മോളിക്യൂൾസ് സ്പ്ലിറ്റ് ചെയ്ത് 4 ഹൈഡ്രജൻ അയോണും അതുപോലെ 4 ഇലക്ട്രോൺസും റിലീസായി. അറ്റ് കാഥോഡ് O2 plus 4H plus 4E gives
2H2O. അതായത് കാഥോഡിൽ വെച്ച് ഓക്സിജൻ എന്താക്കി ഹൈഡ്രജൻ അയോണും ഹൈഡ്രജൻ അയോണും പിന്നെ 4 ഇലക്ട്രോൺസും കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടായി 2 മോളിക്യൂൾസ് ഓഫ് വാട്ടർ ഉണ്ടായി. ദെൻ ഓവറോൾ റിയാക്ഷൻ നടക്കുമ്പോൾ പിന്നെ 2H2 plus O2 give 2H2O. ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയി വരുന്നത് എന്താണ്? വാട്ടർ ആണ്. Large number of these cells are stacked together in series to make a battery called a fuel cell battery or fuel battery. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് സെൽ ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഫ്യൂവൽ സെൽ ബാറ്ററി അല്ലെങ്കിൽ ഫ്യൂവൽ ബാറ്ററി നിർമ്മിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിഗർ ആണ്. ഫ്യൂവൽ സെല്ലിന്റെ റിയാക്ഷൻ കാണിക്കുന്ന ഒരു ഫിഗർ ആണ് ഇപ്പൊ കാണുന്നത്. അത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്യൂവൽസ്, ദെൻ ആനോഡ്, ദെൻ ഇലക്ട്രോലൈറ്റ്, ദെൻ കാഥോഡ്, ദെൻ ഓക്സിജൻ. അപ്പൊ നോക്കിക്കഴിഞ്ഞാല് ഫ്യൂവൽ കൊടുക്കുന്ന ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ കൊടുക്കുന്ന ഹൈഡ്രജനറ്റ് അത് ആനോഡ് എന്ത് ചെയ്യുന്നു? ഓക്സിഡേഷൻ നടന്ന് ഇലക്ട്രോൺസ് ആനോഡിലേക്ക് റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഹൈഡ്രജൻ അയോൺ ഇലക്ട്രോലൈറ്റിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഇലക്ട്രോൺസ് മേലെ കാണാം. അപ്പൊ ഇലക്ട്രിക് കറണ്ട് ആയിട്ട് ഇലക്ട്രോൺസ് എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി മൂവ് ചെയ്ത് എന്തുണ്ടാകുന്ന ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേസമയം എയറിലുള്ള ഓക്സിജന് റിഡക്ഷൻ നടന്ന് എന്തെന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ സ്വീകരിക്കുക. അപ്പോൾ ഓക്സിജൻ പ്ലസ് ഹൈഡ്രജൻ അയൺ പ്ലസ് ഇലക്ട്രോൺ എന്തുണ്ടാവും? വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ ആയിരിക്കും. ഏത് ടൈപ്പാണ് ഫ്യൂവൽ സെൽ എടുക്കുന്നത് അതിനനുസരിച്ച് ഇലക്ട്രോലൈറ്റും മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ആൽക്കലി ആണ് ഫ്യൂവൽ സെല്ലില് ആണെങ്കിൽ അതിനനുസരിച്ച് പ്ലാറ്റിനം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഓരോ ഫ്യൂവൽ സെല്ലിന്റെ അനുസരിച്ചിട്ടും പിന്നെ ഈ ഇലക്ട്രോലൈറ്റ് മാറിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ്. ഫ്യൂവൽ സെല്ലിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഫസ്റ്റ് പറയുന്നത് ഹൈ എഫിഷ്യൻസി ഓഫ് എനർജി കൺവേർഷൻ, approaching 70% from chemical energy to electrical energy. അതായത് 70% കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാൻ പറ്റും. ലോ നോയിസ് പൊല്യൂഷൻ, ലോ തെർമൽ പൊല്യൂഷൻ, അതായത് നോയിസ് പൊല്യൂഷനും ഇല്ല തെർമൽ പൊല്യൂഷനും ഇല്ല. Fuel cell power can be reduced expensive transmission lines and minimize the transmission loss for a disturbed system. അതായത് എക്സ്പെൻസ് കുറക്കാൻ പറ്റും, അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ലോസും കുറക്കാൻ പറ്റും. Fourth one, fuel cell give a excellent method for efficient use of fossil fuels, hence save a fossil fuels. അതായത് ഫോസിൽ ഫ്യൂവൽസ് സേവ് ചെയ്യാൻ നമുക്ക് ഫ്യൂവൽ സെല്ലിനെ ആശ്രയിക്കാം. കാര്യം ഹൈഡ്രജൻ ആണ് യൂസ് ചെയ്യുന്നത്, വാട്ടർ ആണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അത് പൊല്യൂഷൻ അതിനെ കൊണ്ട് ഒരു പൊല്യൂഷനും സംഭവിക്കുന്നില്ല. പിന്നെ ഫ്യൂവൽ സെൽ ആർ എ ലെസ് പൊല്യൂട്ടിങ്. ദി കെമിക്കൽ പ്രോസസ് ഇൻവോൾവിംഗ് ഇൻ ഇറ്റ്സ് ക്ലീൻ. It does not produce a polluting exhaust. Mostly the byproducts are water and waste heat, which are environmentally acceptable when hydrogen and air are used as a reactant. പൊല്യൂഷൻ ഇല്ല. കെമിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. ഹൈഡ്രജനും എയറും ആണ് യൂസ് ചെയ്യുന്നത്. എങ്കിൽ നമുക്ക്
വാട്ടർ ആണ് എന്തായിട്ട് കിട്ടുന്നത്, ബൈ പ്രോഡക്റ്റ് ആയി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എൻവറോൺമെന്റ് ആക്സെപ്റ്റബിൾ ആണ്, പിന്നെ എക്കോ ഫ്രണ്ട്ലിയും ആണ്. പിന്നെ in case of fossil fuels, when used as a reactant, environmentally undesirable NOx are not produced since there is no combustion in the process. ഇനി നമ്മൾ ഇതിൽ ഫോസിൽ ഫ്യൂൽസ് ആണ് റിയാക്ടന്റ് ആയിട്ട് റിയാക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും NOx നൈട്രജൻ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കാര്യം കംപ്രഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നൈട്രജന്റെ ഓക്സൈഡ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ പ്രൊഡ്യൂസ് ഡ്രിങ്കിങ് വാട്ടർ ഓഫ് എ പോർട്ടബിൾ ക്വാളിറ്റി. അതപ്പോ നമ്മളിപ്പം പറഞ്ഞ റിയാക്ഷനിൽ എന്തുണ്ടാകുന്നുണ്ട്, വാട്ടർ ആണ് ബൈ പ്രോഡക്റ്റ് ആയി വരുന്നത്. അതിന് നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡിസൈനിങ് ഇസ് എ മോഡുലാർ, therefore the part are exchangeable. നമുക്ക് പാർട്ടിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ലോ മെയിൻറ്റെയിൻസ് കോസ്റ്റ് കുറവായിരിക്കും. ഫ്യൂവൽ സെൽ പെർഫോമൻസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എ പവർ പ്ലാന്റ് സൈസ്. ദി എഫിഷ്യൻസി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി സൈസ് ഓഫ് പവർ പ്ലാന്റ്. ഇറ്റ് റിമൈൻസ് സെയിം ഫോർ ദി പ്ലാന്റ്സ് ഓഫ് മെഗാവാട്ട് ഓർ കിലോവാട്ട് ഓർ വാട്ട് സൈസ്. അപ്പോൾ ഫ്യൂവൽ സെല്ലിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് പവർ പ്ലാന്റിന്റെ സൈസുമായിട്ട് ഡിപ്പെൻഡന്റ് അല്ല. അപ്പൊ അതിന്റെ എഫിഷ്യൻസി എന്താണ്, പവർ പ്ലാന്റിന്റെ സൈസുമായിട്ട് ഇൻഡിപെൻഡന്റും ആണ്. അപ്പൊ മെഗാവാട്ടിലോ കിലോ വാട്ടിലോ അത് ഏത് വേണമെങ്കിലും ആകാം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാല് ഡിസഡ്വാൻറ്റേജ് ഓഫ് എ ഫോസിൽ ഫ്യൂവൽസ് ആണ്. ഹൈ ഇനീഷ്യൽ കോസ്റ്റ്, അതായത് ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ ലൈഫ് ടൈം ഓഫ് എ സെൽസ് ആർ നോട്ട് അക്യുറേറ്റ്ലി നോൺ, അതിന്റെ ലൈഫ് ടൈം പറയാൻ പറ്റൂല. ലാർജ് വെയിറ്റ് ആൻഡ് വോളിയം ഓഫ് എ ഗ്യാസ് ഫ്യൂവൽ സ്റ്റോറേജ് സിസ്റ്റം, നമ്മളിങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഗ്യാസ് ഫ്യൂവൽസും സ്റ്റോർ ചെയ്ത് വെക്കണം. അത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഹൈ കോസ്റ്റ് ഓഫ് പ്യുവർ ഹൈഡ്രജൻ, പ്യുവർ ഹൈഡ്രജന് നമ്മള് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. കാര്യം അത് എക്സ്പ്ലോസീവ് ആണ്, അപ്പൊ അതിന് നല്ല കോസ്റ്റ് ഉണ്ടാവും. പിന്നെ പറയുന്നത് ഹൈഡ്രജൻ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ലെസർ വോളിയം ബൈ ലിക്വിഫാക്ഷൻ, ബട്ട് ലിക്വിഫാക്ഷൻ ഇറ്റ്സെൽഫ് റിക്വയർ 30% ഓഫ് ദി സ്റ്റോറേജ് എനർജി. ഹൈഡ്രജൻ ലിക്വിഫൈ ചെയ്തിട്ടുള്ള സ്റ്റോർ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഡിസ്റ്റർബിങ് ഹൈഡ്രജൻ. അപ്പം അങ്ങനെയുള്ള ഹൈഡ്രജൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള മെത്തേഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അടുത്ത പറയുന്നത് ടൈപ്പ് ഓഫ് ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഫ്യൂവൽ സെൽ ആണ്. The first commercial use of fuel cell was a NASA space program to generate a power for satellite and space couples. അപ്പം ആദ്യമായിട്ട് ഫ്യൂവൽ സെല്ല് അപ്ലൈ ചെയ്തിട്ടുള്ളത് നാസ സ്പേസ് പ്രോഗ്രാമിലാണ്. ജനറേറ്റ് പവർ ഫോർ സാറ്റലൈറ്റ് ആൻഡ് സ്പേസ് ക്യാപ്സ്യൂളില് സാറ്റലൈറ്റിന്റെയും പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായി നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് അപ്ലൈ ചെയ്യുന്നത്. ഫ്യൂവൽസ് ആർ യൂസ്ഡ് ഫോർ പ്രൈമർലി ആൻഡ് ബാക്കപ്പ് പവർ ഫോർ എ കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇറ്റ് റിമോട്ട് ആൻഡ് ഇൻഅക്സസിബിൾ ഏരിയ. അതുപോലെ തന്നെ പവർ ഫോർ കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലൊക്കെ ബാക്കപ്പ് പവറിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്,
ഫ്യൂവൽ സെല്ല് യൂസ് ചെയ്യുന്നുണ്ട്. ദേ ആർ യൂസ്ഡ് ടു പവർ ഫ്യൂവൽ സെൽ വെഹിക്കിൾ ഇൻക്ലൂഡിങ് ഓട്ടോമൊബൈൽസ്, എയറോപ്ലെയിൻസ്, ബോട്ട്സ് ആൻഡ് സബ്മറൈൻസ്. അപ്പൊ ഈ സെൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടി ഇതിന്റെ ഈ ഫ്യൂവൽ സെല്ലിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് ടൈപ്പ് ഓഫ് ഫ്യൂവൽ സെല്ലാണ്. 5 ടൈപ്പ് ഫ്യൂവൽ സെല്ലാണ് പറയുന്നത്. ആൽക്കലൈൻ ഫ്യൂവൽ സെൽ, മോൾട്ടൈൻ കാർബോണേറ്റ് ഫ്യൂവൽ സെൽ, സോളിഡ് ഓക്സൈഡ് ഫ്യൂവൽ സെൽ, ഫോസ്ഫോണിക് ആസിഡ് ഫ്യൂവൽ സെൽ, പോളിമർ ഇലക്ട്രോഡ് ടു മെംബ്രൈൻ ഫ്യൂവൽ സെൽ. ആൽക്കലൈൻ ഫ്യൂവൽ സെല്ലിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് പ്ലാറ്റിനവും ഹൈഡ്രജനും ആണ് യൂസ് ചെയ്യുന്നത്. മോൾട്ടൈൻ കാർബോണേറ്റ് ഫ്യൂവൽ സെല്ലിൽ സോഡിയം മാഗ്നീഷ്യം ആണ് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ് ആയിട്ട്. പിന്നെ സോളിഡ് ഓക്സൈഡ് ഫ്യൂവൽ സെല്ലിൽ കാൽഷ്യം സിർക്കോണിയം ആണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോസ്ഫോണിക് ആസിഡില് ഫോസ്ഫോണിക് ആസിഡ് തന്നെയാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പോളിമർ ഇലക്ട്രോലൈറ്റ് ടു മെംബ്രൈൻ ഫ്യൂവൽ സെല്ലില് പോളിമേഴ്സ് ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. Two commercially important fuel cell are phosphonic acid fuel cell and polymer electrode to membrane fuel cell. ഇപ്പം നിങ്ങൾ കാണുന്നത് ഫോസ്ഫോണിക് ആസിഡ് ഫ്യൂവൽ സെല്ലിന്റെയും പോളിമർ ഇലക്ട്രോഡ് ടു മെംബ്രൈൻ ഫ്യൂവൽ സെല്ലിന്റെയും റിയാക്ഷൻ കാണിക്കുന്ന ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ഫോസ്ഫോണിക് ആസിഡ് ഫ്യൂവൽ സെൽ ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് ഫോസ്ഫോണിക് ആസിഡ് ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പോളിമർ ഇലക്ട്രോൺ ആണെങ്കിൽ പോളിമർ ഇലക്ട്രോലൈറ്റ് ആണ് എന്തായിട്ട് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഫീച്ചേഴ്സും ആണ് പറയുന്നത്. പ്രൈമറി ഫ്യൂവൽസ് ആയിട്ട് 2 സെല്ലിലും, അതായത് ഫോസ്ഫോണിക് ആസിഡ് ഫ്യൂവൽ സെല്ലിന്റെയും ഫ്യൂവൽ സെല്ലിന്റെ അകത്ത് പ്രൈമറി ഫ്യൂവൽ ആയിട്ട് ഹൈഡ്രജൻ ആണ് എടുക്കുന്നത്. ഇലക്ട്രോഡ്സ് ആയിട്ട് PEMFCന്റെ അകത്ത് ഗ്രാഫൈറ്റ്, ഇതിനകത്ത് കാർബൺ. ഇലക്ട്രോലൈറ്റ് ആയിട്ട് പോളിമർ മെംബ്രൈൻ ആണ് ഇവിടെ എടുക്കുന്നത്. ഇപ്പുറം ഫോസ്ഫോണിക് ആസിഡ് ഫ്യൂവൽ സെല്ലിൽ എടുക്കുന്നത് ഫോസ്ഫോണിക് ആസിഡ് ആണ്. പോളിമർ മെംബ്രൈൻ കാറ്റലിസ്റ്റിക് ആയിട്ട് എടുക്കുന്നത് പ്ലാറ്റിനം ആണ്. ഇപ്പുറം പ്ലാറ്റിനം തന്നെയാണ് എടുക്കുന്നത്. ഓപ്പറേഷൻ ടെമ്പറേച്ചറിന്റെ അകത്ത് പോളിമർ മെംബ്രൈൻ ഫ്യൂവൽ സെല്ലിന്റെ അകത്ത് 50 to 100 ഡിഗ്രി ആണ്, മറ്റേത് 150 to 200 ആണ്. മേജർ ആപ്ലിക്കന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ആൻഡ് ഓട്ടോമാറ്റിക് പവർ ആണ്. ഇപ്പം സ്റ്റേഷനറി പവർ ആണ്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് സോളിഡ് ഇലക്ട്രോലൈറ്റ് റെഡ്യൂസ് കൊറപ്ഷൻ, ഇലക്ട്രോലൈറ്റ് മാനേജ്മെന്റ് പ്രോബ്ലം, പിന്നെ ഓപ്പറന്റ് അറ്റ് എ ലോ ടെമ്പറേച്ചർ ഒക്കെ. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇത് രണ്ടും തമ്മിലുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് ഇതിനകത്ത് കൊടുത്തത്. നെക്സ്റ്റ് അതിന്റെ കമ്പാരിസൺ ആണ്.